പുതിയ മദ്യനയം എപ്പോഴുണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? കൂടുതൽ ചർച്ചകൾക്ക് ശേഷമാകുമല്ലോ ശ്രീജിത്ത്. അനുജ, നടപ്പ് സാമ്പത്തിക വർഷത്തെ മദ്യനയം ഇതുവരെ അവതരിപ്പിച്ചിട്ടില്ല. പല കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ സാമ്പത്തിക വർഷത്തെ മദ്യനയം തയ്യാറാക്കുന്നതും അവതരിപ്പിക്കുന്നതും മന്ത്രിസഭയുടെ അംഗീകാരം നേടുന്നതും നീണ്ടുപോയിരുന്നു. അങ്ങനെ നീണ്ടുപോയ കാര്യങ്ങളിൽ കൊണ്ടാണ് ഈ വർഷം നടക്കാതിരുന്നത്. എന്നാൽ ഈ വർഷം ഇനി ഈ സാമ്പത്തിക വർഷം തീരാൻ കഷ്ടിച്ച് 1 മാസവും 10 ദിവസവും മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് ഈ വർഷം ഇനി മദ്യനയമില്ല. അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള മദ്യനയമാണ് ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ അവതരിപ്പിച്ചത്. അതും തീരുമാനമെടുക്കാതെ മാറ്റിവെച്ചു. എന്തായാലും പുതിയ മദ്യനയം അംഗീകരിക്കുന്നതിന് മാർച്ച് 31 വരെ സമയമുണ്ട്. അതിനു മുമ്പ് ഒരുപക്ഷെ കൂടിയാലോചനകൾ നടക്കും. ഇന്നത്തെ LDF യോഗത്തിലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ തവണയും ഇതിനു മുൻപ് ഇത്തരത്തിലേക്ക് ടൂറിസം വകുപ്പ് ഡയറക്ടറുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെയുള്ളത് വലിയ വിവാദമായിരുന്നു. അപ്പോഴും ഇത്തരത്തിലേക്കൊക്കെയുള്ള നിർദ്ദേശങ്ങൾ അന്നും ഉയർന്നു കേട്ടതാണ്. ഡ്രൈ ഡേ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സമാനമായ തരത്തിലേക്ക് ഇത്തവണയും ഈ പുതിയ നിർദ്ദേശങ്ങൾ പോയിട്ടുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത് ശ്രീജിത്ത്? അനുജ, AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് സംസ്ഥാനത്ത് 1-ാം തീയതി മദ്യവിൽപ്പന നിരോധിച്ചുകൊണ്ടുള്ള തീരുമാനം വരുന്നത്. ചാരായ നിരോധനവുമായി ബന്ധപ്പെട്ട് ഉള്ള തീരുമാനങ്ങളും ആ കാലത്താണ് ഉണ്ടായത്. സംസ്ഥാനത്ത് 1-ാം തീയതി മദ്യവിൽപ്പന ഇല്ല. അപ്പോൾ ഈ 1-ാം തീയതി മദ്യവിൽപ്പന ഇല്ലാത്തതുകൊണ്ട് ഈ പല രാജ്യാന്തര കോൺഫറൻസുകളും രാജ്യാന്തര പരിപാടികളും മറ്റും കേരളത്തിൽ ആതിഥേയത്വം വഹിക്കേണ്ട, കേരളത്തിലെ ടൂറിസം റിസോർട്ടുകളിലും ടൂറിസം കൺവെൻഷൻ സെൻ്ററുകളിലും ഒക്കെ നടക്കേണ്ട പരിപാടികൾ ഈ 1-ാം തീയതി നിലനിൽക്കുന്ന മദ്യവിലക്ക് മൂലം ഇതര സംസ്ഥാനങ്ങളിലേക്കും ഇതര രാജ്യങ്ങളിലേക്കും മാറിപ്പോകുന്നുവെന്ന കാര്യം ടൂറിസം മേഖലയിലെ സംരംഭകരും ഒപ്പം തന്നെ ടൂറിസം മന്ത്രിയും ടൂറിസം വകുപ്പും വ്യവസായ വകുപ്പും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. ഈ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മദ്യ നയത്തിലെ യാഥാസ്ഥികമായ ഈ സമീപനം. അതായത് 1-ാം തീയതി മാത്രം മദ്യവിൽപ്പന പാടില്ല, 31-നോ 2-നോ യഥേഷ്ടം മദ്യം വിൽക്കാം എന്ന വ്യവസ്ഥ എന്ന കാര്യം നിലനിൽക്കുമ്പോൾ 1-ാം തീയതി മാത്രം എന്തിനൊരു വിലക്ക് എന്ന കാര്യത്തിൽ ടൂറിസം മേഖലയ്ക്കെങ്കിലും ഇളവ് നൽകണമെന്ന ഒരു ആശയം ഉദിച്ചത് അങ്ങനെയാണ് കരട് മദ്യനയത്തിൽ ഈ വ്യവസ്ഥ ഉൾപ്പെടുത്തിയത്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് CPI മന്ത്രിമാർ അടക്കമുള്ളവർ ചില സംശയങ്ങൾ ഉന്നയിച്ചു, ചില പുതിയ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാറ്റിവെച്ചത് എന്ന വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഇവർ മുന്നോട്ട് വെച്ച നിർദ്ദേശം എന്താണ് എന്നതിൽ നമുക്ക് വിശദാംശം ലഭിച്ചിട്ടുണ്ടോ ശ്രീജിത്ത്? അത്തരം വിശദാംശങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല. ഇപ്പോൾ 10:50 ശേഷമാണ് ഈ മന്ത്രിസഭാ യോഗം അവസാനിച്ചത്. അതിനുശേഷം നമുക്ക് ലഭിച്ച വിവരങ്ങൾ ഇത്രയും വിവരങ്ങൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. ബാക്കി ഏതെല്ലാം മന്ത്രിമാർ, ഏതെല്ലാം പാർട്ടികളുടെ മന്ത്രിമാർ എന്തെല്ലാം അഭിപ്രായം പറഞ്ഞു എന്ന കാര്യത്തിൽ കുറച്ചുകൂടി കഴിയുമ്പോൾ നമുക്ക് വിവരങ്ങൾ ലഭ്യമാക്കാൻ കഴിയും. കള്ളുചെത്ത് മേഖലയുമായി ബന്ധപ്പെട്ടാണ് CPI പ്രധാനമായും ചില വിഷയങ്ങളിൽ ആശങ്ക ഉന്നയിച്ചത്. അതിൽ സാധാരണ ഈ സ്റ്റാർ ഹോട്ടലുകളിൽ കള്ള് വിളമ്പാം, കള്ള് പാർലറുകൾ അനുവദിക്കാമെന്നുള്ള വ്യവസ്ഥ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ പാർലറുകൾ വിളമ്പേണ്ട കള്ള് അവർ എവിടെ നിന്ന് കൊണ്ടുവരുമെന്നതിനെ പറ്റിയുള്ള ചില തർക്കങ്ങളുണ്ടായിരുന്നു. അങ്ങനെ അതായത് ഈ നക്ഷത്ര ഹോട്ടലുകൾക്ക് സമീപത്തെ ഷാപ്പുകളിൽ നിന്ന് അവർക്ക് കള്ള് വാങ്ങി ഹോട്ടലുകളിൽ വിളമ്പാമെന്ന വ്യവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളാണ് CPI കള്ള് മേഖലയുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ശരി, അങ്ങനെ കരട് മദ്യനയത്തിന് അംഗീകാരം നൽകുന്നത് ഇന്നത്തെ മന്ത്രിസഭാ യോഗം മാറ്റിവെച്ചിരിക്കുന്നു. മദ്യനയം വൈകും എന്നുള്ളതാണ്. R. ശ്രീജിത്താണ് ഈ വിശദാംശം നൽകിയത്. കരട് നയത്തിലെ ചില വ്യവസ്ഥകളിൽ മന്ത്രിമാർ ഉൾപ്പെടെ, അത് പ്രധാനമായും CPIയുടെ മന്ത്രിമാർ ഉൾപ്പെടെ സംശയം ഉന്നയിച്ചതിനെ തുടർന്നാണ് ഇത് മാറ്റിവെച്ചത് എന്നുള്ളതാണ്. ടൂറിസം മേഖലയ്ക്ക് ഡ്രൈ ഡേ ഇളവ് നൽകുന്നത് സംബന്ധിച്ച വ്യവസ്ഥ ഈ കരട് നയത്തിലുണ്ട്. 1-ാം തീയതി മദ്യം വിളമ്പാമെന്നത് ഉൾപ്പെടെ കരട് നയത്തിന്റെ ഭാഗമായിരുന്നു. കൂടാതെ കള്ളുമായി ബന്ധപ്പെട്ട്, കള്ള് വിളമ്പുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ, അതിലെല്ലാം CPIയുടെ ഭാഗത്തു നിന്നൊക്കെ അതൃപ്തി വന്നിട്ടുണ്ട്. ചില പുതിയ നിർദ്ദേശങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് അവർ മുന്നോട്ട് വച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ മദ്യനയം വൈകും എന്നുള്ളതാണ്.